ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നേ ബ്രെഡും പഴവും മുട്ടയും വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കിട്ടോ. നല്ലൊരു ടേസ്റ്റായിരുന്നു. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഒരു വെറൈറ്റി സ്നാക്സ് ആട്ടോ. നല്ല രസമാണ് ഉണ്ടാക്കിയാൽ. ബ്രെഡും മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്താൽ നല്ലതാണ്. വിരുന്നുകാർ വരുമ്പോഴും കൊടുക്കട്ടോ. നല്ലൊരു സ്നാക്സാണിത് അല്ലേ. ബ്രെഡിൻ്റെ നടുവിൽ ഇങ്ങനെ പൊളിച്ചിട്ട് നേന്ത്രപ്പഴം, തേങ്ങയും പഞ്ചസാരയും നെയ്യിൽ വാട്ടിയെടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു വെറൈറ്റി സ്നാക്സാണിത്. അത് നമുക്കിവിടെ 3 പഴം എടുത്തിട്ടുണ്ടോ. ഞാൻ 3 പഴം എടുത്തിട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് നെയ്യിൽ വാട്ടിയെടുക്കാനാട്ടോ. അതൊക്കെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടേ നമുക്ക് ഒരു നെയ്യിൽ വാട്ടിയെടുക്കാം. ഈ പഴത്തിൻ്റെയും പഞ്ചസാരയും പഴം കൂടിയും ബ്രെഡിൽ നിറച്ചിട്ടേ മുട്ടൻ്റെ മുട്ടിയിൽ മുക്കിയിട്ട് കുറച്ച് പാലും നല്ലൊരു ടേസ്റ്റാട്ടോ. അത് ഉണ്ടാക്കിയാൽ ബ്രെഡ് കൊണ്ട് പല റെസിപ്പികളും ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടു എന്ന് മാത്രം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഗെയ്സ്, നമുക്ക് അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കട്ടോ. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 1-2 സ്പൂൺ ഒഴിച്ചോളി. എന്നിട്ട് നമുക്ക് ഈ പഴം നന്നായി വാട്ടിയെടുക്കാം കേട്ടോ. പഴമൊക്കെ ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടേ പഴം വാട്ടിയെടുക്കുക നല്ലോണം. പഴമൊക്കെ നല്ലോണം വാടി വരുമ്പോഴേ നമുക്ക് തേങ്ങ, പഞ്ചസാര ചേർക്കാം. ഈ തേങ്ങയും പഞ്ചസാരയും പഴം കൂടിയും വാട്ടുമ്പോഴേ അതന്നെ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ലേശം ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തോളൂ. നെയ്യ് കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളി. നെയ്യിലുണ്ടാക്കുമ്പോഴാട്ടോ. ഓയിലും വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ നെയ്യിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇട്ടുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടേ നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അങ്ങനെ പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടേ ഒക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇത് നമുക്ക് അയക്കില്ല കൂട്ടാട്ടോ. ഇതുണ്ടാക്കിയ കൂട്ട് റെഡിയായി. പിന്നെ നമുക്ക് ബ്രെഡ് നടുക്കെ മുറിച്ചിട്ട് അതിലിതൊന്ന് ഉള്ളിലൊക്കെ ഒന്ന് വെച്ചിട്ട് മുട്ടയിൽ മുക്കി പൊരിച്ചെടുക്കുക. അതിനായിട്ട് നമുക്ക് ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തുക്കണേ. നിങ്ങൾ പഴം എടുക്കുന്നതിന് ആവശ്യത്തിന് മുട്ട എടുത്തോളൂ കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് നമുക്കതിക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ 2 മുട്ട എടുത്തുക്കണം. നിങ്ങൾ അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അധികം എടുത്തോളി. കുറച്ച് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുറച്ച് എടുത്തോളി കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിക്ക് അതൊരു ഫോർക്ക് എടുത്തിട്ട് നന്നായി ഉടച്ച് കൊടുക്കുക. കുറച്ച് പഞ്ചസാരയും ഞാൻ 2 ഏലക്കായിൻ്റെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊളിച്ചുങ്ങാണ്ട് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുത്ത്. ഇത് പൊടിച്ചുങ്ങാണ്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തോളി. ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തുക്കണം. മിക്സിയിൽ കുറച്ച് പഞ്ചസാരയും കൂടിയും കൂട്ടിയിട്ട് ഏലക്കായി പൊടിച്ചുങ്ങാണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തോളി. അങ്ങനെ ഗെയ്സ്, നമുക്ക് കുറച്ച് പാലൊക്കെ നിങ്ങളൊരു പാകത്തിന് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ ഒന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നല്ലോണം ഇതിൽ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡ് പൊരിച്ചാലേ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാമല്ലേ. കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇതൊക്കെ നന്നായി ഇളക്കി അത്യാവശ്യം പഞ്ചസാരയൊക്കെ നിങ്ങളെ പാകത്തിന് മധുരത്തിനനുസരിച്ചിട്ട്, അധികം മധുരം വേണ്ടവർക്ക് അധികം എടുത്തോളൂ. പാകത്തിന് മധുരം, ഞാൻ ഒരു പാകത്തിനേ മധുരം ഇട്ടോളൂ കേട്ടോ. ഇവിടെ ആർക്കും വല്ലാതെ മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊരു പാകത്തിന്. നിങ്ങൾക്ക് അധികം മധുരം വേണമെങ്കിൽ അധികം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇതൊക്കെ നന്നായി ഇളക്കിയാണ്ട് ഇതിൻ്റെ പഞ്ചസാരയെ അതിൽ നല്ലോണം അലിയിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ജാസ്തി പഞ്ചസാര അടിയിലിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മളെ പഴവും തേങ്ങയും നെയ്യും പഞ്ചസാരയൊക്കെ പാടെ വാട്ടിയെടുത്ത കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ബ്രെഡിൻ്റെ നടുക്ക് ഇങ്ങനെ മുറിക്കട്ടോ. ഞാനിപ്പോൾ ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. 10 ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കി. അതിനുള്ള കൂട്ട് ഇതിലുണ്ടായിരുന്നു. അങ്ങനെ നടുകിലെല്ലാതും പൊളിച്ചെടുക്കട്ടോ. നമുക്ക് എല്ലാതും ഒന്ന് പൊളിച്ചെടുത്താലോ. ഇനി ഗെയ്സ് നമുക്ക് ഒരു പാൻ അടുപ്പത്തൊക്കെ ചട്ടി കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ നമുക്കിതെല്ലാതും ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോഴേ നമുക്കതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അധികം നെയ്യൊന്നും ഒഴിക്കണ്ട, ഞങ്ങളൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചോളും. പിന്നെ വേണമെങ്കിൽ ലേസ്റ്റ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. 1-2 ടീസ്പൂൺ ആദ്യം ഒഴിക്കുക. എന്നിട്ട് ഇത് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. ഇനി നമുക്ക് മുട്ടൻ്റെ കൂട്ടെടുക്കുക. മുട്ടൻ്റെ ഉണ്ടാക്കുക. നമ്മൾ ഒപ്പാല ഉണ്ടാക്കിയത്, മുട്ടയും പാലും കൂടി പഞ്ചസാരയും കൂടി യോജിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ കൂട്ടെടുക്കുക. പിന്നെ നമ്മൾ നേന്ത്രപ്പഴവും തേങ്ങയും പഞ്ചസാരയും കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നിറക്കേണ്ട കൂട്ട് അതും എടുക്കുക. ബ്രെഡ് എടുക്കുക. ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, ഇതിങ്ങനെ തേച്ച് കൊടുക്കട്ടെ. നല്ലോണം അമർത്തി ഒട്ടിച്ച് കൊടുക്കുക, ഉള്ളിൽ വെച്ച് കൊടുക്കുക. എല്ലായിടത്തും ആണ് കേട്ടോ, അപ്പോഴേ മറ്റേ ബ്രെഡ് ഒട്ടുള്ളൂ. കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടേ മറ്റേ ബ്രെഡ് നമ്മൾ മുറിച്ച ബ്രെഡും കൂടി ഇതിമ്മക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് മുട്ടൻ്റെ മാവിൽ മുക്കി പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റിയുമായ റെസിപ്പി കേട്ടോ. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ. ഇതിങ്ങനെ വെച്ചിട്ടേ മുട്ടൻ്റെ മാവിൽ മുക്കിയിട്ടായി ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ടുകൊണ്ട് പൊരിച്ചാൽ പറ്റും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, നല്ലതാണ്. ആർക്കും കഴിക്കാം കേട്ടോ. പക്ഷേ നമ്മളിതിൽ ബ്രെഡും മുട്ടയും നേന്ത്രപ്പഴമൊക്കെ ചേർക്കുന്നത്. നല്ല സാധനങ്ങളാണല്ലോ ചേർക്കുന്നത്, കെമിക്കലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കേസ് നമുക്ക് എല്ലാതും ചുട്ടെടുക്കാം കേട്ടോ. ഈ മാവിൽ ഇതിൽ മുക്കിയിട്ടേ മുട്ടൻ്റെ ഇതിൽ മുക്കിയിട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയാണ്ടേ ചെറിയ തീയിൽ അപ്പുറം മറിച്ചിട്ട് എടുക്കണം കേട്ടോ.
അങ്ങനെ എല്ലാതും ഇങ്ങനെ പൊരിച്ചു. ആദ്യം ഞാൻ ഒന്നുള്ളൂ ഇട്ടത്, ഒന്നിട്ടുങ്ങാണ്ടൊന്ന് റെഡിയാക്കിയിട്ട് പിന്നെ എല്ലാതും ഇട്ടുങ്ങാണ്ട് പൊരിച്ചു. നമ്മൾ റെഡിയാകുന്നുണ്ടോ നോക്കണ്ടേ ആദ്യം പൊരിച്ചുമ്പോൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 ഭാഗം നന്നായി മൊരിച്ചെടുത്തിട്ടേ, ഇത്ര പണിയുള്ളത്. നല്ല അടിപൊളി സാധനമാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൻ ഒന്ന് അടിച്ച് പൊട്ടിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇനി എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. അങ്ങനെ അടുത്ത വീഡിയോയുമായി വരാം. നമുക്കിതെല്ലാതും ചുട്ടെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.